മാമിന് തോന്നിയിരുന്നു ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും, അല്ല ഇങ്ങനെയൊക്കെ മാറുന്നത് നമുക്കിപ്പോൾ കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ മാമിൻ്റെ ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ പറയണ സമയത്ത് എങ്ങനെയായിരുന്നു ഹസ്ബൻഡ് ആണെങ്കിലും അവരുടെ വീട്ടിലായിരുന്നെങ്കിലും സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ? സത്യം പറഞ്ഞെങ്കിൽ ഇതൊന്നും എൻ്റെ ആഗ്രഹങ്ങളിലൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഓർഗാനിക്കലി സംഭവിച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് PhD എടുക്കണം എന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ടീവ് ആയിരുന്നു, പേരൻസും സപ്പോർട്ടീവ് തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഞാൻ എഴുതും, അത്യാവശ്യം കുറച്ച് എഴുതും. അപ്പോൾ ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ബുക്ക്. അപ്പം എനിക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആർട്ടിക്കിൾസ് കുറേ ഇപ്പം നമ്മളെ ഡെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളതും അതിലൊക്കെ ഇപ്പോൾ റൈറ്റിംഗ് എനിക്കൊരു വലിയ പാഷനായിരുന്നു. അതായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇരുന്ന് എഴുത്, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യൂ. അപ്പോൾ ഞാൻ അത് ചെയ്തതിന് ശേഷം ഇപ്പം എൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നടക്കും. ഇപ്പം ഈ അടുത്തൊന്നും നടക്കാൻ സാധ്യതയില്ല. എനിക്കൊരു ബുക്ക് എഴുതണം എന്ന് ഭയങ്കര വലിയൊരു ആഗ്രഹമുണ്ട്. അത് ഓവർനൈറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് ഗ്രാജുവൽ ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വളരെ ക്ലോസ് റിലേറ്റീവ്സ് എന്തായാലും സപ്പോർട്ട് ചെയ്യും. ഫാമിലി, ഹസ്ബൻഡ് ആയാലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എൻ്റെ പേരൻസ് ഫുൾ ടൈം സപ്പോർട്ടാണ്. അപ്പം അത് ഈ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും സപ്പോർട്ട് ചെയ്യും. പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ്സ് ഒന്നും ഇതുവരെ എന്നെ ബാക്കോട്ട് വലിച്ചിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയും ഞാൻ എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ അത് നടക്കും എന്ന് തന്നെ ഉറപ്പുണ്ട്. ഇപ്പോൾ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന സമയത്തും ഇപ്പോൾ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ് ആണെങ്കിലും ഓക്കെ പൊക്കോളൂ എന്നുള്ള രീതിയിലാണോ? ഡെഫിനറ്റ്ലി എല്ലാവരും, അത് ഇനിയിപ്പോൾ കസിൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവർക്കും ഞാൻ വിൻ ചെയ്ത് വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഓക്കെ, അടിപൊളി, നമ്മുടെ ലൈഫിൽ നമ്മുടെ കണ്ട ആ ഒരു ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് ഒരാളാണ് വിൻ ചെയ്ത് വരുന്നത്. അവരെപ്പോഴും അതിന് ഒക്കെ പ്രൗഡ് തന്നെയാണ്, അവരെല്ലാവരും സപ്പോർട്ടീവാണ്. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ബ്യൂട്ടി കോൺടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അവരുടെ ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളത്. അതിനെ പറ്റിയിട്ട് മാമിന് എന്താ പറയാനുള്ളത്? അത് എത്രമാത്രം സത്യമുണ്ട്? സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിയുമ്പം ഒരു ഒപ്പീനിയനും ഇല്ലാതെ വീട്ടിൽ മിണ്ടാതെ എന്ത് മറ്റുള്ളവർ പറയുന്നു അത് കേട്ട് താമസിച്ചിരുന്ന, അത്രയും കാലം താമസിച്ചിരുന്ന പെൺകുട്ടികളുണ്ട്. അതായത് ചിലപ്പോൾ ആ വീട്ടിൽ അപ്പർ ഹാൻഡ് ഭർത്താവിനായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനായിരിക്കാം, അവിടെ ഒരു ഹെഡ് ഓഫ് ദ ഫാമിലി ഉണ്ടാവും. അപ്പോൾ അവരാണ് യൂഷ്വലി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ കുട്ടിക്ക് പലതരം ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ ഇരുന്ന ഒരു പെൺകുട്ടിയായിട്ടാണെങ്കിൽ പോലും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പം അറിയാതെ അവരുടെ ഒപ്പീനിയൻസ് വന്നു പോവുക. അവർ മറ്റുള്ളവരെ കാണുക ചെയ്യുന്നത്, ഇൻറ്ററാക്ട് ചെയ്യുക 2 ദിവസം. അതുപോലെ തന്നെ മറ്റുള്ളവർ ഉത്തരം കേൾക്കുക ചെയ്യുന്നത്. അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഉള്ളിലുള്ള ഒപ്പീനിയൻസ് ഒക്കെ ഓർഗാനിക്കലി ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഈ വന്നിരിക്കുന്ന പാരൻസിലുള്ള കുറേ പേരായാലും ഫസ്റ്റ് ഡേ ഭയങ്കര സൈലൻ്റ് ആണ്, അവർ മിണ്ടോ എന്നുള്ളത് പോലും നമുക്ക് ഡൗട്ടായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും അവർക്ക് മൈക്ക് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് അത്രയും ദിവസം കണ്ടവരല്ല, പെട്ടെന്ന് അവരുടെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ അത്രയും ചോദിച്ചതിനുള്ള ആൻസേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഗിവൺ എ ചാൻസ് ഇതൊരു പ്ലാറ്റ്ഫോം, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ എല്ലാവർക്കും പറയാനുള്ളതൊക്കെ പറയാനൊരു വേദി തന്നെയായിരിക്കും. ഇപ്പോൾ ഇതിൽ ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. അപ്പോൾ മാം ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ആ ഒരു കോൺഫിഡൻസ്, അവരുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ ഈ ഒരു ജേർണിയിൽ മാം കണ്ടിട്ടുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മാം? ആക്ച്വലി ഇതിനകത്ത് വന്നപ്പം ഒരു കുറേ എന്താ പറയുക, ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാർ, കുറേ പ്രൊഫഷണൽസ്, ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതിൻ്റെ കൂടെ തന്നെ ഹോം മേക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഹോം മേക്കേഴ്സ് വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ ഇത്രയും ആൾക്കാരെ കണ്ടിട്ടില്ല ഇതിന് മുന്നേ, വീട്ടിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് വിട്ടു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒന്ന് പോയി പങ്കെടുക്കൂ എന്ന് പറഞ്ഞ് വിട്ട ആൾക്കാരുണ്ട്. അതല്ലാതെ ടി വിയിൽ ചെറുപ്പം മുതലേ പാജൻസ് കണ്ടിട്ട് അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് ഏജ് ആയിട്ടാണെങ്കിലും സാരല്ല പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരും ഉണ്ട്. അവരിലൊരു വന്ന ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഞാനതിൽ കണ്ടത്. ഒരു 2 days ഗ്രൂമിങ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും അറിയില്ല, ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു, എനിക്ക് ഇതിനെപ്പറ്റി പുറം ലോകമായിട്ടൊരു ബന്ധമില്ല, ഫാമിലി കുട്ടികൾ മാത്രം നോക്കിയിരുന്ന ആൾക്കാർ 2 days ഗ്രൂമിങ്ങും 2 days ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മാറുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ മെജോറിറ്റി ആൾക്കാർ വർക്കിംഗ് ആയിരുന്നു, കുറച്ച് പേര് മാത്രം ഹോം മേക്കേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്ത് തന്നെയാലും എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ പാജൻറ്റ് കൊണ്ട് വന്നിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാമിന് ഇതിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ജേർണിയിൽ? അവിടെ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം? ആക്ച്വലി അവിടെ ഡേ 1 മുതൽ ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫ് എൻഡ് ചെയ്യുന്നവരെ മറക്കില്ല. അത്രയും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. പിൻ പോയിൻറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഡേ ആദ്യമായിട്ടാണ് മോനെ വിട്ട് നിന്നിരുന്നത്. അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം രാത്രി നമ്മൾ ലേറ്റായിട്ടൊരു 12-1 ആകുമ്പോഴാണ് ഗ്രൂമിങ് കഴിഞ്ഞ് എത്തുക. ആ ഹോൾ നൈറ്റ് ഞാൻ ഉറങ്ങാണ്ടാണ് നെക്സ്റ്റ് ഡേ പോകുന്നത് ഈ ഹീൽസ് ഇട്ടിട്ട്. അപ്പം അത് ഓക്കെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒരു വലിയ സ്ട്രഗിളാണോ, പക്ഷെ അതിൽ ഫിസിക്കൽ സ്ട്രഗിൾ അല്ല, ഇമോഷണൽ ടൊമോയിൽസ് ഭയങ്കരമായിട്ടുണ്ടാവും. നമ്മൾ 2.5 years അല്ലെങ്കിൽ 3 years ഫുൾ കണ്ടിന്യൂസ് മോൻ്റെ കൂടെ നിൽക്കുക. ഒരു രാത്രി ആദ്യമായി മാറി നിൽക്കുന്ന ഞാൻ മാത്രമല്ല, അവിടെ കുറേ അമ്മമാരുണ്ടായിരുന്നു.
അത് ഭയങ്കര ഒരിക്കലും നല്ലതല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഈ ഒരു സാധനം മറക്കാണ്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും അത് നൈറ്റ് മെയർസ് ആയിരിക്കും ചിലപ്പോൾ. അയ്യോ അന്നൊരു രാത്രി ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നല്ലോ. 2 രാത്രികൾ, അപ്പോൾ 1 കഴിഞ്ഞ് 2 രാത്രി, 2 രാത്രിയും കണ്ടിന്യൂസ് ഉറങ്ങാണ്ടാണ് നമ്മൾ ഈ എന്താ പറയുക കണ്ണ് ഡ്രൂപ്പി ഐസ് ആയിട്ടാണ് നമ്മൾ കോമ്പറ്റീഷന് പോകുന്നത്. അപ്പം മറക്കാൻ പറ്റാത്തൊരു നെഗറ്റീവ് കാര്യം ഇതായിരിക്കും. പക്ഷെ അതെല്ലാം ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിനാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ സന്തോഷം. അപ്പോൾ ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാം അവിടുത്തെ? നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനത്തെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ്? അപ്പോൾ അതെന്തെങ്കിലും അയ്യോ ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല, ഇനിയിപ്പോൾ അവർ കണ്ട എങ്ങനെ തോന്നും, അങ്ങനെ എന്തെങ്കിലും മാമിന് തോന്നിയിട്ടുണ്ടാകും? ഇല്ല, യൂഷ്വലി പജൻസിൽ അവർക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ഇന്ന ഡ്രസ്സായിരിക്കണം. അതുപോലെ മിസ്സസ് കേരളയ്ക്ക് ഞങ്ങൾ പോയ സമയത്ത് അവർ പറഞ്ഞിരുന്നത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഫാമിലി കാണുന്ന ഷോ ആണ്, അപ്പം ഡ്രസ്സിങ്ങിലും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു ട്രഡീഷണൽ റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡ്ലൂം വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ്ലൂം സാരീസ് മാത്രം എടുക്കുക. പിന്നെ ഫുൾ ലെങ്ത് ഗൗണാണ് 2 എണ്ണം ഉള്ളത്. അപ്പം ഒരു ലാസ്റ്റ് റൗണ്ടിൽ മാത്രം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കളർ ബ്ലാക്ക് കളറായിരുന്നു ഞങ്ങളുടെ വർഷത്തെ തീം. അപ്പോൾ ബ്ലാക്ക് കളറിലൊരു ഗൗൺ, അതും റിവീലിംഗ് ആവാൻ പാടില്ല എന്നുള്ളൊക്കെ സെറ്റ് റൂൾസ് ഉണ്ട്. അപ്പോൾ ഓരോ പാജൻസിനും ഓരോ റൂൾ. അതല്ലാതെ ഒരു റൂളും ഇല്ലാത്ത പാജൻറ്റിനും ഞാൻ പോയിട്ടുണ്ട്. 18 ഇയേഴ്സ് മുതൽ 40 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർ ഒരുമിച്ച്, മാരിഡ് അല്ലാത്ത ആൾക്കാരും മാരിഡ് ആയ ആൾക്കാരും ഒരുമിച്ച് പോയൊരു പാജൻറ്റിനും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ റൂൾസ് ഇല്ല. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി നമ്മൾ കംഫർട്ടബിൾ ആണോ നമുക്ക് ഇടുന്നതിൻ്റെ പ്രശ്നമില്ല. മറ്റുള്ളവർ, അതാ ഞാൻ പറഞ്ഞ, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് യു ക്യാൻ ക്യാരി യുവർ സെൽഫ് വെൽ ഇൻ ദാറ്റ് ഡ്രസ്, വെൽ ആൻഡ് ഗുഡ്. അത്രയേ ഉള്ളൂ. ഒന്നും എനിക്ക് അത്രമാത്രം ചിന്തയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവർക്കും ഇതിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തത് ഇല്ല. എല്ലാവരും സ്വന്തം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ അറിയാം അവരെന്തിട്ട് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു ഡ്രസ്സും നമുക്ക് തരുന്നില്ല, നമ്മളായിട്ട് കൊണ്ടുപോകുന്ന ഡ്രസ്സാണ്. ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടായിരുന്നു മാം ഈ ഒരു മിസ്സസ് കേരള കോൺടെസ്റ്റിൻ്റെ ആ ഒരു ഇത് 2 ദിവസത്തെ ഗ്രൂമിങ്, 3rd ഡേ നമ്മളുടെ ഷോ നടക്കുകയായിരുന്നു ചെയ്തത്. ഗ്രൂമിങ് 2 ദിവസമേ ഉള്ളൂ? 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മളെല്ലാം പഠിക്കും, ആണെങ്കിലും എല്ലാം അതിൽ തന്നെ പഠിച്ചിരിക്കണം. കൊറിയോഗ്രാഫി എന്തായാലും ടെൻഷൻ്റെ പുറത്ത് എന്തായാലും തെറ്റിക്കും. പക്ഷെ തെറ്റിച്ചാലും കവറപ്പ് ചെയ്ത് നടക്കാനുള്ള ടിപ്സും അന്ന് തന്നെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം അത്രയും ഓഡിയൻസ് കാണുന്നതാണ്. പിന്നെ അതുകൊണ്ടൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും കവറപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ്, പിന്നെ നമുക്ക് ഒരു ആസ് എ ലേഡി ആസ് എ ഹോൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പലതരം ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഗൈനക് ക്ലാസ്, ഡെർമറ്റോളജി ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രൂമിങ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ വാക്കിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ 2 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആയി. മാം ഈ ഒരു ഇതിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റി പുതിയതായിട്ട്? ഇപ്പോൾ കുറേ ക്ലാസ്സസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെ മാമിന് പഠിക്കാൻ പറ്റി, എന്തൊക്കെ അറിയാൻ പറ്റി? സത്യം പറഞ്ഞാൽ ക്ലാസ്സിനേക്കാളും കൂടുതൽ ഞാൻ അറിവ് നേടിയത് മറ്റുള്ളവരോട് സംസാരിച്ചിട്ടാണ്. കുറേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ അവർ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ സത്യം ഒരു വലിയൊരു എന്താ പറയുക കുറേ കാര്യങ്ങൾ ഇൻസൈറ്റ്സ് കിട്ടി. ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, ഇവർ ഇത്രയും സർവൈവ് ചെയ്ത് വന്നതാണ്, ഇങ്ങനെ കുറേ പേരുണ്ട്, ഈ ഒരു സെക്ഷൻ സ്ട്രഗിൾ ചെയ്ത് വന്നതാണ്, ഇവിടെ എത്തുന്നത് അത്രയും ഈസി ടാസ്ക് അല്ലായിരുന്നു. കുറേ പേർക്ക് വീട്ടിൽ ബഹളം ഉണ്ടാക്കി വരേണ്ട ആൾക്കാരുണ്ടായിരുന്നു, വീട്ടുകാരെ സമ്മതിക്കാതെ ഒളിച്ചു വന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ, അവരുടെ സംസാരിച്ച് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഗ്രൂമിങ് അതൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് ഒരാൾ പഠിപ്പിച്ചു തരിക, നമ്മൾ അതിനനുസരിച്ചിട്ട് പഠിക്കുക എന്നൊക്കെ, അതും ഒരു പുതുമയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മാം എങ്ങനെ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ മാം ഇപ്പോൾ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുക. മുന്നിൽ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയും, പിന്നെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ആവശ്യം, അതിൽ നമ്മളും നമ്മുടെ പേരൻസിൻ്റെ ആവശ്യം മാറ്റിവെക്കുക. നമ്മുടെ കൂടെ തന്നെ വരുന്നതാണ് നമ്മുടെ പേരൻസിൻ്റെ ആവശ്യങ്ങളും മാറ്റിവെക്കുക എന്നുള്ളത്. അപ്പം നമുക്കിപ്പം നമ്മുടെ ഒരു പേരൻസിന് ആവശ്യമുണ്ട്, നമ്മൾ അവിടെ എത്തിയിട്ട് അവർക്കിപ്പം മെഡിക്കൽ ആവശ്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭർത്താവിൻ്റെ ഫാമിലിക്കോ കുട്ടികൾക്കോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അവരാദ്യം നോക്കണോ, അതോ നമ്മൾ എവിടെ എത്തണം, അവിടെയൊക്കെ നമുക്ക് കുറേ ചിന്തിക്കേണ്ടി വരികയാണ്. അത്രയും കാലം ഉണ്ടായിരുന്ന നമ്മളല്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ നമ്മൾ 100 പേരുടെ പെർമിഷൻ എടുക്കുക. നമുക്കങ്ങനെ ഒന്നും സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം ചെയ്യേണ്ട ആ ഒരു കാലഘട്ടം കഴിയും കല്യാണം കഴിക്കുന്നതോടുകൂടി എന്നുള്ളതാണ് ഇപ്പം കണ്ടുവരുന്നത്. അപ്പം അതിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും
നമ്മളുടെ ഒരു ആക്ഷൻ കാരണം മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ, ആ പാഷൻ കൊണ്ട് വേറെ ആരെങ്കിലും ഹേർട്ട് ആവുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളത്. അപ്പം നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി നടക്കുമ്പോൾ അതിനെ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞിട്ട് അത് ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, നമ്മളെല്ലാവരുടെയും ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ആവശ്യം കൂടി ചെയ്താൽ എന്താണ് പ്രശ്നം? അപ്പോൾ അതിനൊരു സെൽഫിഷ്നെസ് ആണ്, അല്ലെങ്കിൽ എന്താണ് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു അമ്മയാണ്, അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ്. നമ്മൾ ഹാപ്പി ആയിരുന്നാലേ നമുക്ക് ഫാമിലീനെയും ഹാപ്പിയാക്കി വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി ഒരു ബാലൻസിൽ അങ്ങ് പോകാൻ നോക്കുക എന്നുള്ളത്. ഇപ്പോൾ മാം ഒരു സൈഡിൽ നോക്കിയാൽ മാം ലക്കിയാണ്, കാരണം ഹസ്ബൻഡും ആ ഫാമിലിയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇപ്പം നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവരതിനെ സമ്മതിക്കാത്ത ഹസ്ബൻഡ് ആയിരിക്കും, അവരുടെ ഫാമിലി ആയിരിക്കും. അപ്പോൾ അവരോടൊക്കെ മാമിന് എന്താ പറയാനുണ്ടാവുക മാമിൻ്റെ ഈ ഒരു ലൈഫ് വെച്ചിട്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റാത്ത മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെ ഒരു സപ്പോർട്ടില്ല. മേ ബി അവർക്ക് ഫാമിലിയുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ സപ്പോർട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പറയുന്നത് വരെ ചിലപ്പം ഹസ്ബൻഡ്സോ അല്ലെങ്കിൽ ഫാമിലീസോ ആ രീതിയിൽ എടുക്കണം എന്നില്ല. ഇവരൊന്നും കണ്ടിട്ട് നീ കളിക്കാൻ നിൽക്കണ്ട എന്നുള്ള ആൾക്കാർ, അങ്ങനെ പറഞ്ഞ ആൾക്കാരും എനിക്കറിയാം. അവർ പലതും ചെയ്യുമായിരിക്കും, പക്ഷെ നീ അതൊന്നും കണ്ട് കളിക്കാൻ നിൽക്കണ്ട. പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളുടെ കൂടെ താമസിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് നമ്മൾ അറിയണം ഡെഫിനറ്റായിട്ട്. ഇപ്പം ഒരു വൈഫിന് എപ്പോഴും ഹസ്ബൻഡിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയുന്നുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വൈഫിന് എന്താണ് ഇനി ഡ്രീംസ് ഉള്ളത്, അവർക്ക് ഡ്രീംസ് ഉണ്ടോ എന്നുള്ളതായിരിക്കും ഫസ്റ്റ് തിങ്, മെജോറിറ്റി. ഇപ്പം അങ്ങനെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവായിരിക്കാം, ഞാൻ ജഡ്ജ് ചെയ്യുന്നതല്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്കൊരു ഈക്വൽ എന്താ പറയുക, നമ്മുടെ വൈഫിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വൈഫിൻ്റെ ആഗ്രഹങ്ങൾക്കും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അപ്പം ഹസ്ബൻഡ്സ് ഒട്ടും സപ്പോർട്ടീവ് അല്ല എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിനെ ഇട്ടിട്ട് പോയിട്ട് ഫാജറ്റിന് പോയെന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. മാക്സിമം നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു നോക്കുക. പിന്നെ മ്യൂച്വൽ സപ്പോർട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എവിടെയെങ്കിലും സക്സീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുത്. അത് ഡേ 1 തൊട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർക്കൊക്കെ ആവശ്യങ്ങളുണ്ടാവും, അവരതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവും. അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആവശ്യങ്ങളും. നമ്മളും ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്തോളൂ, എല്ലാം ചെയ്തു കൊടുത്തോളൂ. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ അതിനനുസരിച്ചിട്ട് മാറ്റി വെക്കപ്പെടരുതെന്ന് മാത്രം പറയാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ മാം ഒരുപാട് റോൾസ് ചെയ്യുന്നുണ്ട്, അമ്മ, മകൾ, ഭാര്യ, പ്രതി മിസ്സസ് കേരള. അപ്പോൾ എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ഇപ്പോൾ 24 മണിക്കൂർ തികയുന്നില്ല എന്ന്. അതെൻ്റെ കാര്യത്തിലും സത്യമാണ്. ചിലപ്പോൾ ഞാൻ ഉറങ്ങുന്നതൊക്കെ 1 മണിക്കായിരിക്കും ഈ എല്ലാ പരിപാടികളും പണികളും ഒക്കെ ചെയ്തതിന് ശേഷം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എനിക്ക് സപ്പോർട്ടുണ്ട്. എനിക്ക് ലക്കിയാണ് ഞാൻ. മേ ബി ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം. പിന്നെ എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പുറകെ പോയിരിക്കും. അതിന് ടൈം കൺസ്ട്രെയിൻസ് ഞാൻ നോക്കൂല. എന്ത് ഡിഫിക്കൽട്ടീസ് വന്നാലും ഞാനത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ ഡിഫിക്കൽട്ടിയിൽ ഇടില്ല. എങ്ങനെയെങ്കിലും എൻ്റെ ആവശ്യത്തിന് ഞാൻ എൻ്റെ ഡിറ്റർമിനേഷനിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റി വെക്കില്ല. പിന്നെ ഇവരെ സപ്പോർട്ടുണ്ട്, അതുകൊണ്ടൊക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ മാമിന് ഒരു ടൈറ്റിൽ കിട്ടി, നമ്മുടെ വുമൺ എംപവർമെൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് മാമിൻ്റെ ഒരു മനസ്സിലുള്ളത്. മാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ കിട്ടിയതിന് ശേഷം? ഇല്ല, ഞാൻ കിട്ടിയതിന് ശേഷം വുമൺ എംപവർമെൻറ്റ് ആസ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അതിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വുമൻസ് ഡേ വരുന്ന സമയത്ത് എനിക്കറിയാവുന്ന സ്ഥലത്ത് എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ഒരു ടോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ എന്ന് ഇപ്പോൾ വേണമെങ്കിൽ പറയാം. കാരണം ചെറിയ രീതിയിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ റാൻഡം മെസ്സേജസ് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചെത്താ, അല്ലെങ്കിൽ പെജൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് വരും. അതൊക്കെ ഞാൻ ടൈം എടുത്തിട്ട്, എനിക്ക് ഒരു ടൈം ഇല്ലെങ്കിൽ പോലും ഇതിനൊക്കെ ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. ഒരു വലിയൊരു വലിയൊരു സോഷ്യൽ കോസാണ്. അപ്പോൾ അത് ഇപ്പോഴും ഒരു ടാബുവായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് സൊസൈറ്റി. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം ഒരു ഫീമെയിൽസ് അണ്ടർഗോ ചെയ്യുന്ന ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ട്രോമ ഭയങ്കരമായിരിക്കും. പക്ഷെ അതവർ ഇപ്പോഴും തുറന്നു പറയാൻ മടി കാണിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ഞാൻ എനിക്ക് തരുന്ന ഓരോ പ്ലാറ്റ്ഫോമിലും, പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഞാൻ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്ത് പറയാറുമുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാറും ഉണ്ട്.
മാമിന് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കുറേ പേര് പറയുന്നില്ല, പറയാണ്ട് പോകുന്നു, അറിയാതെ പോകുന്നുണ്ടോ? ഇങ്ങനത്തെ ഇതാണ് സംഭവം എന്ന് അറിയാതെ പോകുന്നവരും ഉണ്ടാവും. ചിലപ്പോൾ ഇത് പാർട്ട് ഓഫ് ഡെലിവറി ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാതെ വേറൊരാളുടെ അടുത്ത് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യാതെ നമുക്ക് മനസ്സിലാവുന്നില്ല, ഒരാളോട് തുറന്ന് പറയാതെ മനസ്സിലാവുന്നില്ല. ചിലവർ പറയുന്നു കുട്ടികളുണ്ടായതിനു ശേഷം ഭയങ്കര ക്രാങ്കി ആയിട്ടുണ്ട്, ഇവൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഒരു കുറേ രാത്രികൾ ഉറങ്ങാതെ നിൽക്കുമ്പം വരുന്ന ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സഡൻ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ച് ബോഡിയിൽ വരുമ്പം സംഭവിക്കുന്ന ഒരു ചേഞ്ച് ആയിരിക്കാം. ഇങ്ങനെ പലതരം റീസൺസ് ഉണ്ട്. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഉണ്ട്. ഈ ബ്ലൂസ് എന്ന് പറയുന്നത് ഒരു 5-6 ദിവസത്തിനുള്ളിൽ നമുക്ക് വരുന്ന ആ ഒരു ബിഹേവിയറൽ ചേഞ്ചും മൂഡ് സ്വിങ്സും ഒക്കെയാണ്. അത് 5-6 ദിവസം കഴിഞ്ഞാൽ മാറും, അറ്റ്മോസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞാൽ മാറും. പക്ഷേ ഡിപ്രഷൻ അങ്ങനെയല്ല, 6 months to years ആൻഡ് ലൈഫ് ലോങ് വരെ അത് സർവൈവ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു മെൻ്റൽ ട്രോമ, ഒരു മെൻ്റൽ ഇൽനെസ് ആണ്, അതൊരു മോശം കാര്യമാണെന്ന് വിചാരിച്ച് പുറത്ത് പറയാതിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലൈക്ക് എനി അതർ ഇൽനെസ്, മെൻ്റൽ ഇൽനെസ് ക്യാൻ ഓൾസോ ബി ക്യൂർഡ്. ദാറ്റ് ഓൾസോ ഷുഡ് ബി എന്താ പറയുക, ഓപ്പൺലി ഡിസ്കസ്ഡ് അബൌട്ട്. അത്രയും എനിക്കത് പറയാനുള്ളത്. ഇനി മുന്നോട്ട് വരിക, നിങ്ങൾ ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇത് വലിയൊരു മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. മാം ഇതിനെക്കുറിച്ച് കൂടുതൽ മാം അറിഞ്ഞത് എങ്ങനെ? ഇപ്പോൾ ആ ഒരു കോൺടെസ്റ്റിൽ പോയി മാം പറഞ്ഞല്ലോ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് മാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത്? അല്ല, എനിക്ക് വന്ന സിംറ്റംസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് മോനുണ്ടായതിന് ശേഷം ഒരു 5 days ഇങ്ങനെ ഭയങ്കര മൂഡ് സ്വിങ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് മേ ബി പാർട്ട് ഓഫ് ആഫ്റ്റർ ഡെലിവറി സംഭവിക്കുന്നതായിരിക്കാം എന്നാണ് ചിന്തിച്ചത്. പക്ഷെ അത് കുറേ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ചുറ്റിലും നടക്കുന്ന ഒന്നും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ല. അത്രയും കാലം നമ്മൾ ചെയ്ത ഒരു കാര്യവും നമുക്ക് സന്തോഷം തരുന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് മേ ബി ഐ എം സഫറിങ് ഫ്രോം ദിസ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് പറയണം എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോടാണ് ആദ്യം പറയുന്നത്. അപ്പം എനിക്കതിനുള്ള സപ്പോർട്ട് കിട്ടി. അപ്പം അത് ഓവർനൈറ്റ് ശരിയാവുന്നൊരു കാര്യമല്ല. നമ്മൾ നമ്മുടെ പാഷന് മുന്നോട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക, നമ്മൾ പുറത്തിറങ്ങി തുടങ്ങുക, ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് തുടങ്ങുക. മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക, സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കോപ്പിംഗ് മെക്കാനിസം. അപ്പോൾ അങ്ങനെ കോപ്പ് ചെയ്തിട്ട് മാറിയൊരു സംഭവമാണ്. ഇപ്പോൾ മാം പ്രൊഫഷണലി ഒരു ഡോക്ടറാണ്, അതിനെ കുറിച്ച് ഒന്ന് പറയാം. നമ്മളിപ്പോൾ ബിസിനസ് കേരളയുടെ സംഭവമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മാം ഒരു ഡോക്ടറാണ്, അതിനെപ്പറ്റി നമ്മൾ പ്രേക്ഷകരോടൊന്ന് പറയാം. ഞാൻ ബേസിക്കലി ഒരു ഡെൻറ്റിസ്റ്റാണ്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി എന്ന് പറഞ്ഞ ഫീൽഡിലാണ്. അത് വായിൽ അർബുദം റിലേറ്റഡ് ആയിട്ടുള്ള, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അപ്പം ഞാൻ ബേസിക്കലി ഇപ്പം ഒരു ജനറൽ പ്രാക്ടീഷണറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഉണ്ട്, കാഞ്ഞങ്ങാടാണ് ക്ലിനിക്ക്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്. ഹസ്ബൻഡിൻ്റെ വീട് നീലേശ്വരം, ഞാൻ താമസിക്കുന്നതും അവിടെയാണ്. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് അവിടെ തന്നെയാണ്. അപ്പം അങ്ങനെ ഡെൻറ്റിസ്റ്റായിട്ടും ഓൺട്രപ്രനറും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ കോൺടെസ്റ്റിലൊക്കെ പോകുമ്പോൾ ഈ വർക്കിൻ്റെ കാര്യമൊക്കെ അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്? അതും അവിടെയും എനിക്ക് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട്. ഹസ്ബൻഡും ഡെൻറ്റിസ്റ്റാണ്, കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, കാരണം കോളേജ് മുതലേ അറിയുന്നതുകൊണ്ടും കൂടി ആയിരിക്കാം. അപ്പോൾ മൂപ്പർക്ക് വേറൊരു ക്ലിനിക്കാണുള്ളത്. അപ്പോൾ അദ്ദേഹം അച്ഛൻ്റെ ക്ലിനിക്കിൽ 2 പേർക്കും കൂടി, അച്ഛനും ഡെൻറ്റിസ്റ്റാണ്, ഹസ്ബൻഡിൻ്റെ അച്ഛനും ഡെൻറ്റിസ്റ്റാണ്, ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ യൂഷ്വലി സൺഡേസ് ആണ് എടുക്കാറ്, എവിടെയെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ. ഇനി അതല്ല വേറെ വീക്കെൻഡ്സിൽ വരികയാണെങ്കിൽ തന്നെ ഹസ്ബൻഡ് പറയും ഞാൻ വന്ന് ക്ലിനിക്കിൽ ഇരുന്നോളാം, പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇപ്പം എങ്ങനെ മാം ആക്ടിംഗ് ഒക്കെ നോക്കുന്നുണ്ടോ? എന്തെങ്കിലും പുതിയ ഇത് വരുന്നുണ്ടോ മൂവീസിലേക്കൊക്കെ? മൂവീസ് ആക്ച്വലി ആദ്യം ആൽബം ചെയ്ത് കഴിഞ്ഞ ഉടനെ സീരിയൽ ഓഫേഴ്സാണ് കിട്ടിയിരുന്നത്. അപ്പം അത് നമ്മളുടെ കുറേ ടൈമിങ് അതിൽ പോകും. കാരണം ഞാൻ ഫുൾ ടൈം ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് ഒരു 17 to 20 days അങ്ങനെ മാസത്തിൽ പോകും. അതെനിക്ക് ആ സമയത്ത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കൂടെ ഞാനിപ്പം വേറൊരു ഓഡിഷന് വേണ്ടി പോയതാണ് ചെന്നൈയിൽ. അപ്പം അവിടെ ഒരു വലിയൊരു മൂവിയിൽ വളരെ ചെറിയൊരു ഭാഗം പറ്റി. അപ്പം ഓഫേഴ്സ് വരുന്നുണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള റോൾസ് മാത്രം ചൂസ് ചെയ്യുള്ളൂ. മാമിൻ്റെ വേറെ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എഴുതും, ചെറുതായിട്ട് എഴുതും. അപ്പം അത് തന്നെ ഹോബി. ഇപ്പം ഹോബീസ് മുന്നോട്ട് കൊണ്ടുപോകാനൊരു ടൈം കിട്ടുന്നില്ല. മിക്കപ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് വരുമ്പം ഹോബി ലൈറ്റായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നു. കുറച്ച് എഴുതും, കുറച്ച് വായിക്കും. അതൊക്കെ അത്രയും ടൈം എപ്പോഴെങ്കിലും ഒന്ന് വീണ് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ വരുന്ന ജനറേഷന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഫോർമേഷൻ, അതായത് ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്,
അതിനെക്കുറിച്ച് അത് നമ്മുടെ മാരേജ് കോൺടെസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയാണ് മാമിനത് ഒരു ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റുക നമ്മുടെ യൂത്തിന് വേണ്ടിയിട്ട്? അതായത് ഇനി വരാനുള്ള ജനറേഷൻ എന്താ, അവരുടെ ഒരു ഔട്ട്ലുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവരൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, എല്ലാ കാര്യം നിങ്ങൾ എന്ത് ചോദിച്ചാൽ അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, അവരുടെ ഓൺ ഒപ്പീനിയൻ ഉണ്ട് പറയാനായിട്ട്. അതിപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടി മുതൽ ഒരു 18-20 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർ, നമ്മൾ ജീവിച്ച ആ ഒരു ജനറേഷനിലല്ല അവർ ജീവിക്കുന്നത്. അവർ ഔട്ട്ലുക്കേ മാറി. അവർക്ക് എന്തും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മുന്നിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്, വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു മാരീഡ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ. മാരേജ് എല്ലാവരും പറയുന്ന പോലെ അത്ര മോശമുള്ളൊരു കാര്യമല്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ലൈഫ് ക്യാൻ ബി ബ്യൂട്ടിഫുൾ ദാറ്റ് വേ ഓൾസോ. നിങ്ങൾക്ക് ഇനി സിംഗിളാണ് എന്തായാലും കല്യാണം കഴിക്കാനൊരു ഇഷ്ടമില്ല എങ്കിൽ ചൂസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്പോയിലിംഗ് സംബഡീസ് ലൈഫ്. ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആ ഒരു കമ്പൾഷൻ കാരണം നിങ്ങളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആളുടെ ലൈഫും കൂടിയാണ് സ്പോയിൽ ചെയ്യുന്നത്. അപ്പം അവർക്ക് സ്മാർട്ടാണ്. നമ്മളുടെ അഡ്വൈസിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇപ്പോഴും അറിയാം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം റെസ്ട്രിക്ഷൻസ് ആയി. ഇനി പറ്റില്ല, ഇനി മുന്നോട്ട് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കുറേ പേര്, അതും പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് അങ്ങനെ വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത് മാമിന് എന്താണ് അവർ. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതാണ്. ആർ യു റെഡി ടു ലീവ് ബിഹൈൻഡ് ഓൾ യുവർ ഹോബീസും നിങ്ങളുടെ പാഷനും ഒക്കെ വിട്ടിട്ട് നിങ്ങൾ ലൈഫിൽ സെറ്റിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണോ? ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ, അങ്ങനത്തെ ഉള്ള ആൾക്കാരും ഉണ്ട്. ഒന്നും വേണ്ട, ഇനി എനിക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു മാരീഡ് ലൈഫ്. ചിലവർ പറയുന്നത് എനിക്ക് പാഷനായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളറിയുക നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ലൈഫാണ് വേണ്ടതെന്നുള്ളത്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ പാർട്ട്ണർ ബിഫോർ ഗെറ്റിംഗ് മാരീഡ്. ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. കല്യാണം കഴിഞ്ഞിട്ട് എനിക്കിതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഗെറ്റ് മാരീഡ്. അതർവൈസ് നിങ്ങൾ ചൂസ് ചെയ്യൂ. നിങ്ങൾക്ക് ആരായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ വേവ് ലെങ്ത് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരാളെ തന്നെ സെലക്ട് ചെയ്യൂ. എന്നാൽ മാത്രമേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാമിനൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയാൻ പറഞ്ഞു, മാം എന്തായിരിക്കും പറയുക? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയും, വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. വീട്ടിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ജെൻഡേഴ്സ് യു ഷുഡ് വർക്ക് ടുഗെദർ ആൻഡ് സെറ്റ് എൻ എക്സാമ്പിൾ ഫോർ ദ യങ്ങർ ജനറേഷൻ. നമുക്കൊരു മോനുണ്ട്, മോളുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് മെസ്സേജ് കൊടുക്കാൻ താല്പര്യം അത് നിങ്ങൾ ചെയ്ത് കാണിക്കും. കുട്ടികൾ കണ്ട സംഭവങ്ങളാണ് അവർക്ക് ഓർമ്മയിലുണ്ടാവുക. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ അവർ മറക്കും. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന എക്സാമ്പിൾ, നമ്മൾ സെറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ അവർ ലൈഫ് ലോങ് ഓർത്ത് വെക്കും. അപ്പം അച്ഛൻ ഫുൾ ടൈം TV കാണുന്നു, മൊബൈൽ കാണുന്നു, അമ്മ കിച്ചണിൽ വർക്ക് ചെയ്യുന്നു. ഇത് കണ്ട് വളരുന്ന ഒരു ആൺകുട്ടി കുറേ കൂടി വലുതാകുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്തായിരിക്കും? ഷീ വിൽ ബി ഇൻ ദ കിച്ചൺ ആൻഡ് ഐ വിൽ ബി സിറ്റിംഗ് ഹിയർ കംഫർട്ടബിളി വാച്ചിങ് TV. അതല്ല, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് TV കാണും, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാഷൻ മുന്നോട്ട് കൊണ്ടുപോകും, രണ്ടുപേരും ഒരുമിച്ച് കിച്ചണിൽ വർക്ക് ചെയ്യും. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോഴാണല്ലോ ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുന്നത്. അതല്ലാണ്ട് ഈ ഒരു ജനറേഷനിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. ഒരു അമ്മ വൈകുന്നേരം ഓഫീസ് വിട്ട് ഒരു 7-8 മണി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഡിന്നർ ഉണ്ടാക്കുക. അച്ഛൻ നേരെ മറിച്ചിട്ട് ജോലി ചെയ്യുന്നില്ല എന്നല്ല, രണ്ടുപേരും ഈക്വലി ജോലി ചെയ്യുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് TV-ൻ്റെ മുന്നിലിരിക്കുക. അപ്പം ഒരാൾക്ക് മാത്രം എന്തിനാണ് അങ്ങനെ ഒരു ലക്സറി? രണ്ടുപേരും സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്യൂ ലോഡ്. അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മാമിൻ്റെ ഒരു 3 ബെസ്റ്റ് ക്വാളിറ്റീസ് പറഞ്ഞാൽ മാം എന്തായിരിക്കും പറയുക? ഫസ്റ്റ് ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്ക് 2 സെക്കൻഡിലുള്ള ഒരാളായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വരാൻ പറ്റും. എനിക്ക് കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരാളെ പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ യു ടെൽ മീ യുവർ സീക്രറ്റ്സ് ഇറ്റ് വിൽ ബി സേഫ്. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യാം, ഞാൻ വേറെ ഒരാളടുത്തും പോയി പറയില്ല. അപ്പം ക്വാളിറ്റീസ് എന്നെപ്പറ്റി സ്വന്തം പറയാനാണെങ്കിൽ ഞാൻ ഇരുന്ന് പറയും, എനിക്കൊരു എപ്പിസോഡ് മതിയാവില്ല. പിന്നെ എന്താണ്, ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ കംഫർട്ട് സോണിലല്ലാത്തൊരു സാധനം വരെ തന്നു നോക്കൂ, ഞാനത് നല്ലതാക്കാൻ വേണ്ടി, അതിൻ്റെ റിസൾട്ട് നല്ലതാക്കാൻ വേണ്ടി ഏത് എക്സ്റ്റെൻറ്റ് വരെ ഹാർഡ് വർക്ക് ചെയ്യാനും റെഡിയാണ്. മാമിന് ഇനി എന്തൊക്കെ ചെയ്യണം എന്നാണ് മാമിൻ്റെ മനസ്സിൽ? ഞാനിപ്പോഴും ഒരു ലൈഫിന് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെച്ച ഒരു ഗോളും ഒന്നും ഇപ്പോൾ റൈറ്റ് നൗ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ലൈഫ് അങ്ങനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യട്ടെ. എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ 10 വർഷത്തിന് ശേഷം എവിടെയായിരിക്കും എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എവിടെയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും, എനിക്കത് മതി ലൈഫിൽ. ഞാൻ ചെയ്യുന്നതെല്ലാം സന്തോഷത്തോടു കൂടിയും ആ ഒരു കണ്ടെൻറ്റ്മെൻറ്റോടു കൂടി എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹം മാത്രം. ഒരു ബുക്ക് എഴുതണം എന്നുള്ള ചെറിയ ആഗ്രഹമുണ്ട്, നടക്കും എന്ന് തന്നെ വിചാരിക്കും. എങ്ങനെ ബുക്ക് സ്റ്റാർട്ട് ചെയ്തോ അതോ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വെച്ച് പറയുന്നില്ല?
എങ്ങനത്തെ എന്ത് മാം എഴുതുന്നൊക്കെ എങ്ങനെയാണ്? നോവൽ അങ്ങനെയാണ്? ഞാൻ ഇതുവരെ നോവൽ എഴുതിയിട്ടില്ല. ഞാൻ ആകെ കൂടി എഴുതിയത് ഒരു പോയം പബ്ലിഷ് ചെയ്തു, ഇംഗ്ലീഷ് പോയംസ് ആണ്. പിന്നെ എനിക്ക് എഴുതണം എന്നുള്ളത് നോവലല്ല, എൻ്റെ ഓൺ എക്സ്പീരിയൻസസിനെ പറ്റി, ഞാൻ എന്താണ് ലൈഫിനെ പറ്റി, എൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ്, അത് എഴുതാം. മറ്റുള്ളവർക്ക് അത് വായിക്കുമ്പോൾ അവർക്കും കൂടി ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ എഴുതുള്ളൂ. ഇപ്പം നമുക്ക് ഈ ടൈറ്റിൽ കിട്ടിയതിന് ശേഷം മാമിനെ എവിടെയെങ്കിലും വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്രശ്നമുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വിളിച്ചിട്ടില്ല. ഞാനായിട്ട് പോയിട്ട് കുറച്ച് ചാരിറ്റബിൾ വർക്ക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഓൺ ഇനീഷ്യേറ്റീവ്. ഓക്കെ മാം, അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നേരം സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പ്രേക്ഷകരോട് എന്താണ് മാമിന് പറയാനുള്ളത്? ആദ്യം തന്നെ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദ ഷോ. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞതോടുകൂടി ജീവിതം അവസാനിക്കുന്നു എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റി വെക്കുക. കല്യാണം കഴിഞ്ഞതോടുകൂടി പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്കും ഒരു അതിർവരമ്പുകളും ആരെയും കൊണ്ടും സൃഷ്ടിക്കാൻ സമ്മതിക്കരുത്. നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന്, നമ്മൾ തീരുമാനിക്കണം ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകണം എന്നുള്ളത്. മറ്റുള്ള ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ കൊണ്ടുപോവുക. ആൻഡ് ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. താങ്ക് യു. താങ്ക് യു മാം. അപ്പോൾ മാമിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.